അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1404. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ തുൽഹ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഞാൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കയറി ചെന്നു. വഅസാരിറു വജ്ഹി തബുറുഖു, അവിടുത്തെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷം, വളരെ ഹാപ്പിയിലാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ റഅയ്തുക അത്യബ നഫ്സൻ വലാ അൽഹറ ബിശ്റൻ മിൻക ഫീ യൗമിക ഹാദാ. നബിയേ, ഇന്നേ ദിവസം തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം, ഇത്ര വലിയ സന്തോഷമുള്ളത് ഞാൻ കണ്ടിട്ടില്ല നബിയെ. വല്ലാത്ത സന്തോഷം ഇങ്ങനെ പ്രകടമാകുന്നുണ്ടല്ലോ, എന്താണ്? ഫഖാല, അപ്പൊ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാലി ലാ തുതീബു നഫ്സി വലാ യൽഹുറു ബിശ്രി. എങ്ങനെ അബൂ തുൽഹ എനിക്ക് സന്തോഷമില്ലാണ്ടിരിക്കും? എങ്ങനെ എൻ്റെ സന്തോഷം പ്രകടമാകാണ്ടിരിക്കും? വഇന്നമാ ഫാറഖനി ജിബ്രീലു അലൈഹിസ്സലാം അസ്സാഅ, നിശ്ചയമായും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പൊ വന്നു പോയിട്ടേ ഉള്ളൂ. വല്ലാത്തൊരു സന്തോഷ വാർത്തയുമായി ഇപ്പൊ വന്നു പോയിട്ടേ ഉള്ളൂ. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, യാ മുഹമ്മദു, ഓ മുത്തുനബിയെ, മൻ സ്വല്ല അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ, തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ, ആരെങ്കിലും ഒരാൾ തങ്ങളുടെ മേൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, കതബല്ലാഹു ലഹു ബിഹാ അശ്റ ഹസനാത്ത്, അവന് അല്ലാഹു തആല ഒരൊറ്റ സ്വലാത്ത് കാരണം 10 നന്മകൾ, 10 ഹസനത്ത് അല്ലാഹു തആല അവന് എഴുതപ്പെടുന്നതാണ്, അവന് രേഖപ്പെടുത്തും. വമഹ അൻഹു അശ്റ സയ്യിആത്ത്, അവൻ ജീവിതത്തിൽ ചെയ്തു പോയ 10 തിന്മകൾ, 10 തെറ്റുകൾ അല്ലാഹു തആല ഡിലീറ്റ് ചെയ്യും, മായ്ച്ചു കളയും. മഹ എന്ന് പറഞ്ഞ, ഗഫറ എന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊറുക്കുന്നല്ല പറഞ്ഞത്, അത് കിതാബിൽ നിന്ന് മായ്ച്ചു കളയും, ഡിലീറ്റ് ചെയ്യും. വറഫഅഹു ബിഹാ അശ്റ ദറജാത്ത്, ആ ഒരൊറ്റ സ്വലാത്ത് കാരണം 10 പദവി അല്ലാഹു തആല അവന് ഉയർത്തും. അവനിപ്പോൾ ഉള്ളതിനേക്കാൾ 10 ദറജ പദവി അല്ലാഹു തആല അവന് ഉയർത്തും. വഖാല ലഹു, അവനോട് പറയും, അൽ മലക്കു, മലക്ക് പറയും, മിസ്ലു മാ ഖാല ലക, നീ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണോ പ്രാർത്ഥിച്ചത് അത് അല്ലാഹു നിനക്കും തരട്ടെ. അനുഗ്രഹം ചൊരിയാൻ വേണ്ടി ദുആ ചെയ്തല്ലോ, സ്വലാത്ത് ഇല്ലല്ലോ, ആ അനുഗ്രഹം അല്ലാഹു നിനക്കും തരട്ടെ എന്ന് മലക്ക് പറയും. ഉൾത്ത്, ഞാൻ ചോദിച്ചു, യാ ജിബ്രീലു, ഓ ജിബ്രീലേ, വമാ ദാക്കൽ മലക്കു, ഏതാണ് മലക്ക്? അള്ളാഹു മുത്തബിക്ക് സ്വലാത്ത് ചെയ്യട്ടെ, സ്വല്ലട്ടെ എന്ന് പറയുമ്പോൾ, അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പറയുമ്പോൾ, തിരിച്ചും അതുപോലെ അനുഗ്രഹം ചൊരിയാൻ വേണ്ടി ദുആ ചെയ്യുന്ന മലക്ക് ഏതാണ്? അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായും അല്ലാഹു തആല വക്കല ബിക മലക്കൻ, തങ്ങളെ കൊണ്ട് ഒരു മലക്കിനെ അല്ലാഹു വക്കാലത്താക്കിയിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. മില്ലദുൻ ഖലഖക, തങ്ങളെ സൃഷ്ടിച്ചത് മുതൽ, തങ്ങളെ പടച്ചത് മുതൽക്ക് തന്നെ ഒരു മലക്കിനെ അതിനു വേണ്ടി മാത്രം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇലാ യബ്അസക, തങ്ങളെ പുനരുദ്ധാരണം ചെയ്യുന്നത് വരെ. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ്? ലാ യുസല്ലി അലൈക അഹദും മിൻ ഉമ്മതിക, തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ഒരാളും തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൂല, ഇല്ലാ ഖാല, ആ മലക്ക് പറഞ്ഞിട്ടല്ലാതെ, വ അൻത സ്വല്ലല്ലാഹു അലൈക, നിങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആ മലക്ക് പറയും. ആ മലക്കിന്റെ ഡ്യൂട്ടി അതാണ്. ഖിയാമത്ത് നാൾ വരെ, പുനരുദ്ധാരണം വരെ നബിത്തങ്ങളുടെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ആ സ്വലാത്ത് ചൊല്ലിയവന്റെ മേൽ അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചത് മുതൽക്ക് തന്നെ ഒരു മലക്കിനെ അള്ളാഹു വക്കാലത്താക്കിയിരിക്കുകയാണോ? ഈ ഒരു സന്തോഷ വാർത്തയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇപ്പൊ അങ്ങ് പോയിട്ടേ ഉള്ളൂ, എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും അബൂ തുൽഹ എന്നാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
മാഷാ അല്ലാഹ്, എത്രയാണ് സ്വലാത്തിൻ്റെ മഹത്വം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ദിവസം ഒരു 313 സ്വലാത്തെങ്കിലും, ഇല്ലേ ഒരു 100 സ്വലാത്തെങ്കിലും ഒഴിവാകാതെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 നന്മ, 1000 തിന്മ ഡിലീറ്റായി, 1000 ദറജ ഉയരുകയാണ്. അള്ളാഹു സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.